വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് യൂണിറ്റ് 1 ട്രയൽസ് ആൻഡ് ട്രയംസിലെ ആദ്യത്തെ ചാപ്റ്ററായ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടൊരു വീഡിയോ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയി എല്ലാ അർത്ഥങ്ങളും മനസ്സിലാക്കി പഠിക്കാം. ഈ ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു മാജിക്കൽ റിയലിസം ഇതിൽ കാണാമെന്ന് ഉറപ്പാണ്. എന്താണ് മാജിക്കൽ റിയലിസം എന്നുള്ളത് നമുക്ക് കഥയോടൊപ്പം പറഞ്ഞു പോകാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റായി ചാപ്റ്ററിലേക്ക് കിടക്കാം. കൈൻഡ്നെസ് ആൻഡ് എംപതി ആർ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇൻ അവർ വേൾഡ്. നമ്മുടെ ലോകത്ത് അത്യാവശ്യമായി വേണ്ട രണ്ട് ഗുണങ്ങളാണ് ദയയും എംപതിയും. എംപതി എന്ന് വെച്ചാൽ എന്താണ്? എംപതിയും സിമ്പതിയും സെയിം ആണോ? ഒരാളുടെ ദുരവസ്ഥ കണ്ട് നമുക്ക് അദ്ദേഹത്തോട് പാവം തോന്നിയാൽ അത് സിമ്പതിയാണ്. എന്നാൽ നമ്മളെ തന്നെ ആ വേദനിക്കുന്ന ആളുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ടുള്ള പ്രവർത്തികളെയാണ് നമ്മൾ എംപതി എന്ന് പറയുന്നത്. ഇത് രണ്ടും ലോകത്തിന് അത്യാവശ്യം വേണ്ട രണ്ട് ഗുണങ്ങളാണ് എന്ന് പറയുന്നു. ദീസ് സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ്. ഈ രണ്ട് കാര്യങ്ങൾ, കൈൻഡ്നെസ്സും എംപതിയും, ഏറ്റവും ഇരുട്ട് നിറഞ്ഞ സമയത്ത് പോലും പ്രകാശവും പ്രതീക്ഷയും പരത്തും എന്ന് പറയുന്നു. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ പരത്തുക എന്നാണ്, ഹോപ്പ് എന്നാൽ പ്രതീക്ഷ. അവർ സൊസൈറ്റി ടെൻസ് ടു ഐസൊലേറ്റ് ദ വൺസ് who appear different. നമ്മുടെ സമൂഹം പൊതുവെ വ്യത്യസ്തരായുള്ള ആളുകളെ ഒറ്റപ്പെടുത്താറുണ്ട്. ഐസൊലേറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തുകയാണ്. എസ്പെഷ്യലി ദോസ് ഹു ആർ വീക്ക് ആൻഡ് വൾണറബിൾ. തളർന്നിരിക്കുന്നവരെ, നിസ്സഹായരായവരെ, ശക്തിയില്ലാത്തവരെയൊക്കെ സമൂഹം പൊതുവെ ഒറ്റപ്പെടുത്താറുണ്ട്. വി മെ നോട്ട് ഓൾവേസ് റിയലൈസ് ദാറ്റ്. നമ്മൾ പൊതുവെ തിരിച്ചറിയുന്നില്ല എന്ത്? that even small acts of compassion can have a significant impact on many lives. നമ്മൾ അവരോട് കാണിക്കുന്ന ചെറിയ സ്നേഹം അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന ചെറിയ കരുതൽ ഒക്കെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുമൊക്കെയായി എന്തോ ബന്ധമുള്ള ഒരു കഥയാണ് നമുക്ക് നോക്കാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. എനോമസ് എന്ന് പറഞ്ഞാൽ എന്താ? വലിയ, ഹ്യൂജ്, വലിയ ചിറകുകളുള്ള വളരെ പ്രായമുള്ള ഒരു മനുഷ്യനെ കുറിച്ചുള്ള കഥയാണ്. ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ? പ്രായമുള്ള മനുഷ്യന് ചിറകുകളോ? അത് തന്നെയാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. റിയാലിറ്റിയും ഫാൻറ്റസിയും ഒരേപോലെ പോകും. അവ തമ്മിൽ നമുക്ക് വേർതിരിച്ച് കാണാൻ ഒരു ലൈനില്ല. ആ ലൈന് ശരിക്കും ബ്ലറായിരിക്കും. എന്ന് വെച്ചാൽ എന്താ? ഫാൻറ്റസിയും റിയാലിറ്റിയും ഒരേ ഒഴുക്കിലായിരിക്കും പോവുക. റിയലായ ഒരു കാര്യം പറയുന്നത് പോലെ ആയിരിക്കും ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കുന്നത്. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ. ലൈറ്റ് അത്ര സ്ട്രോങ് ഒന്നുമല്ല, വീക്കാണ്, തളർന്ന വെളിച്ചമാണ്. എന്ന് വെച്ചാൽ എന്താ? ചുട്ടുകൊള്ളുന്ന വെയിലൊന്നുമല്ല, ശക്തമായ പ്രകാശമൊന്നുമല്ല ചുറ്റും. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്. അതെ, അപ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ പേര് നമുക്ക് കിട്ടി, പെലായോ ആണ്. ഈ പെലായോ ജീവിക്കുന്നത് ഒരു ബീച്ചിനടുത്താണ് കേട്ടോ. ഈ കഥ നടക്കുന്നത് ഒരു കോസ്റ്റൽ റീജിയനിലാണ്. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്. പെലായോ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ. അദ്ദേഹത്തിന് വളരെ പാടായിരുന്നു, കഷ്ടപ്പാടായിരുന്നു കാണാൻ. എന്ത്? വാട്ട് വാസ് മൂവിങ്. എന്തോ ഒന്ന് അനങ്ങുന്നുണ്ട്. ആൻഡ് ഗ്രൗണിങ് എന്ന് പറഞ്ഞാൽ ഞെരുങ്ങുക. ഇൻ ദ റെയർ ഓഫ് ദ കോർട്ട്യാർഡ്. റെയർ എന്ന് പറഞ്ഞാൽ പിൻഭാഗം, കോർട്ട്യാർഡ് പറമ്പ്. അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. എന്തോ അവിടെ അനങ്ങുകയോ ഞെരുങ്ങുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് പറമ്പിന്റെ പിൻഭാഗത്തായി. പക്ഷേ അദ്ദേഹത്തിന് അത് വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ഉച്ചയ്ക്ക് പോലും അത്ര ശക്തമായ നല്ല വെളിച്ചമല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ, എ വെരി ഓൾഡ് മാൻ. അതുകൊണ്ട് തന്നെ പെലായോയ്ക്ക് വളരെ അടുത്ത് പോയി നോക്കേണ്ടതായി വന്നു. അപ്പോൾ ആരെയാണ് കണ്ടത്? പ്രായമായ ഒരു മനുഷ്യനെ, വളരെ പ്രായമായ ഒരു മനുഷ്യനെ. ദ മാൻ വാസ് ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. അദ്ദേഹം മണ്ണിലിങ്ങനെ മുഖം പൊത്തി കിടക്കുകയായിരുന്നു. മുഖം കാണത്തില്ല, മുഖം മണ്ണിലിങ്ങനെ കുത്തിക്കിടക്കുകയായിരുന്നു. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രെമൻഡസ് എഫേർട്സ് ദ മാൻ കുഡന്റ് ഗെറ്റ് അപ്പ്. ട്രെമൻഡസ് എന്നാൽ ഭയങ്കരമായ. അദ്ദേഹം ഭയങ്കരമായി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ സാധിച്ചിരുന്നില്ല ഈ പ്രായമായ മനുഷ്യന്. ഇംപെഡഡ് ബൈ ഹിസ് എനോമസ് വിങ്സ്. അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കഴിയാത്തത് എന്തായിരുന്നു? ഒരു തടസ്സമുണ്ടായിരുന്നു. ഇംപെഡഡ് എന്ന് പറഞ്ഞാൽ തടസ്സം. അദ്ദേഹത്തിന് വലിയ ചിറകുകൾ. ആ വലിയ ചിറകുകൾ കൊണ്ടാണ് അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കഴിയാതെ പോയത്. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്. ഇങ്ങനെ ഒരു കാഴ്ച കണ്ടതും പെലായോ ഭയന്നുപോയി. പെലായോ റൺ ടു ഗെറ്റ് എലിസൻഡ ഹിസ് വൈഫ്. ഇത് കണ്ടതും പെലായോ ആരുടെ അടുത്തേക്ക് ഓടി? എലിസൻഡയുടെ അടുത്തേക്ക് ഓടി, അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഷീ വാസ് പുട്ടിങ് കംപ്രസേഴ്സ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അസുഖങ്ങൾ, പനിയോ തലവേദനയോ ഒക്കെ വരുമ്പോൾ നമ്മൾ ക്ലോത്ത്
കോൾഡ് വാട്ടറിലോ ഹോട്ട് വാട്ടറിലോ ഒക്കെ മുക്കും അല്ലേ? അസുഖം കുറയ്ക്കാനായി നമ്മൾ എന്നിട്ട് ബോഡിയിൽ അത് യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ കംപ്രസേഴ്സ് എന്ന് പറയുന്നത്. എലിസന്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഈ കംപ്രസേഴ്സ് സുഖമില്ലാത്ത അവരുടെ കുട്ടിയുടെ മേലെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ നിന്നും ആ കുട്ടിക്ക് സുഖമില്ലാത്തൊരു കുട്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് പേജിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഷോർട്ട് സ്റ്റോറിയുടെ മെയിനായ ക്യാരക്ടേഴ്സിനെ കിട്ടി. ഒരു ഓൾഡ് മാൻ, പെലായോ, പെലായോയുടെ വൈഫായ എലിസണ്ട, അവരുടെ സിക്ക് ചൈൽഡ്, സുഖമില്ലാത്ത കുട്ടി. ഹി ടുക്ക് ഹെർ ടു ദ റെയർ ഓഫ് ദ കോർട്ട്യാർഡ്. പെലായോ എന്ത് ചെയ്തു? ഭാര്യയെ പറമ്പിൻ്റെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോയി. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫോളൻ ബോഡി. അവർ രണ്ടുപേരും ഈ ഫോളൻ ബോഡീനെ, ആകാശത്തിൽ നിന്നും നിലത്തേക്ക് വീണ ആ ശരീരത്തെ നോക്കി ഇങ്ങനെ നിന്നു. ദ മാൻ വാസ് ഡ്രെസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. റാഗ് പിക്കർ എന്നാൽ എന്താണ്? പഴയ തുണിയും. ദ മാൻ വാസ് ഡ്രെസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. ഒരു റാഗ് പിക്കറിനെ പോലെയാണ് ഈ വെരി ഓൾഡ് മാൻ വസ്ത്രം ധരിച്ചിരുന്നത്. റാഗ് പിക്കർ എന്നാൽ പഴയ തുണികൾ വീട്ടിൽ നിന്നും കളക്ട് ചെയ്യാൻ വരികയില്ലേ, അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ റാഗ് പിക്കേഴ്സ് എന്ന് പറയുന്നത്. There were only a few faded hairs left on his bald skull. അദ്ദേഹത്തിൻ്റെ മുടിയെല്ലാം പൊഴിഞ്ഞ ആ ഒരു തലയോട്ടിയിൽ, ബാൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? തലമുടി ഇല്ലാത്ത അവസ്ഥയാണ് അല്ലേ? സ്കൾ എന്ന് പറഞ്ഞാൽ തലയോട്ടി. അങ്ങനെ മുടിയില്ലാത്ത ആ ഒരു തലയോട്ടിയിൽ ആകെ കുറച്ച് ഫ്യൂ ഫെയ്ഡഡ് ഹെയർസ്, കുറച്ച് സ്ട്രോങ് അല്ലാത്ത, ക്ലിയർ അല്ലാത്ത കുറച്ച് മുടികളെ ഉള്ളൂ. ആൻഡ് ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. കൂടാതെ കുറച്ച് പല്ലുകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ വായിലും കാണാൻ കഴിയുന്നുള്ളൂ. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീം ദാറ്റ് ഓഫ് എ ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അദ്ദേഹത്തിൻ്റെ ഈ നിസ്സഹായമായ അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ നനഞ്ഞ് മുങ്ങിയ ഒരു മുതുമുത്തച്ഛനെ പോലെ തോന്നും. പിറ്റിഫുൾ എന്നാൽ ദയനീയമായ, ഡ്രെഞ്ച്ഡ് എന്നാൽ നനഞ്ഞ. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡ്യൂർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. ഗ്രാൻഡ്യൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹത്വം എന്നാണ് അർത്ഥം. ഇനി ഇദ്ദേഹം ഏതെങ്കിലും മഹത്തായ വ്യക്തിയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിലും ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ്? അങ്ങനെയൊന്നും തോന്നുകയില്ല. ഈ ഒരു അവസ്ഥ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മഹത്വം ഉണ്ടായെങ്കിൽ തന്നെ അതെല്ലാം കളയുന്നതായിരുന്നു. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ്. ബസാർഡ് എന്നാൽ കഴുകനാണ് കേട്ടോ. കഴുകനെ പോലെയുള്ള വലിയ വിങ്സ്, അത് പക്ഷേ ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ് ആണ്, വൃത്തിഹീനമായിട്ടാണുള്ളത്. പകുതി ആരൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തതുപോലെ. ഹാഫ് പ്ലക്ഡ്, പ്ലക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പറിച്ചെടുക്കുക. അതിൽ പകുതിയും ആരോ പറിച്ചെടുത്തതുപോലെയാണുള്ളത്. ഈ വിങ്സ്, ഈ ചിറകുകൾ വേർ എൻടാങ്കിൾഡ് ഇൻ ദ മഡ്. മണ്ണിൽ, ചെളിയിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കിടക്കുകയാണ്, കെട്ടുവിണർന്നിങ്ങനെ കിടക്കുകയാണ്. ദേ ലുക്ക്ഡ് അറ്റ് ഹിം സോ ലോങ്. പെലായോയും എലിസണ്ടയും അദ്ദേഹത്തെ ഇങ്ങനെ കുറച്ചധിക സമയം ഇങ്ങനെ നോക്കി നിന്നു. ആൻഡ് സോ ക്ലോസ്ലി, അടുത്തു പോയാണ് നോക്കിയത്. ദാറ്റ് പെലായോ ആൻഡ് എലിസണ്ട വെരി സൂൺ ഓവർകെയിം ദ സർപ്രൈസ്. അവരാദ്യം ഒന്ന് ഞെട്ടിയായിരുന്നു അല്ലേ? അവരിങ്ങനെ ഞെട്ടിയാണ് നോക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അവർ ആ സർപ്രൈസിൽ നിന്നൊക്കെ പുറത്തു വന്നു. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. അവസാനം അവർക്ക് തോന്നി ഇദ്ദേഹം പരിചിതനാണ്. ദെൻ ദേ ഡേർഡ് സ്പീക്ക് ടു ഹിം. പിന്നീട് എന്ത് ചെയ്തു? അവർ ധൈര്യം സംഭരിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു. ഹി ആൻസേർഡ്. അദ്ദേഹം ഉത്തരം പറഞ്ഞു. ഇൻ ആൻ ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്റ്റ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത്. വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. ഒരു ശക്തനായ നാവികൻ്റെ ശബ്ദം പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉണ്ടായിരുന്നത്. പക്ഷെ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. ദേ കൺക്ലൂഡഡ് ദാറ്റ് ഹി വാസ് എ ലോൺലി കാസ്റ്റവേ ഫ്രം സം ഫോറിൻ ഷിപ്പ്. അങ്ങനെ അവർ ഒരു തീരുമാനത്തിലെത്തി. അവരൊരു കാര്യം നിർണ്ണയിച്ചു. ഇദ്ദേഹം ഇങ്ങനെ ഏകനായി പോയ ഒരു കാസ്റ്റവേ ആണ്. കാസ്റ്റവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരദേശത്ത് എറിയപ്പെട്ടവൻ എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഷിപ്പ് തകർന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു മനുഷ്യൻ കരയിൽ വന്ന് അഭയം പ്രാപിച്ചാൽ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുക? കാസ്റ്റവേ എന്ന് പറയാം. തീരത്ത് ഉപേക്ഷിക്കപ്പെട്ടവൻ. റെക്ട് ബൈ ദ സ്റ്റോം. കൊടുങ്കാറ്റിലെങ്ങാനും പെട്ട് തകർന്ന് ഏതോ ഒരു ഷിപ്പിൽ നിന്നും വന്ന് അടിഞ്ഞ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് അവസാനം അവർ തീരുമാനിച്ചു. ദെൻ ദേ കോൾഡ് എ നെയ്ബർ വുമൻ ടു സീ ഹിം. എന്നിട്ട് എന്ത് ചെയ്തു? അവർ അയൽവാസിയായ ഒരു സ്ത്രീയെ വിളിച്ചു ഇദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓൾ ഷീ നീഡഡ് വാസ് വൺ ലുക്ക് ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്. ആ സ്ത്രീക്ക് ഇയാളെ ഒരു പ്രാവശ്യം നോക്കേണ്ടി വന്നതേ ഉള്ളൂ ഇവരുടെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ. എന്ന് വെച്ചാൽ എന്താ? ഇവർ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ തെറ്റാണ്, ഇയാളൊരു കാസ്റ്റവേ ഒന്നും അല്ല, ഇവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് എന്ന് ഈ സ്ത്രീക്ക് തിരിച്ചറിയാൻ ഒരു നോട്ടമേ വേണ്ടി വന്നുള്ളൂ. ഹീ ഈസ് എൻ ഏഞ്ചൽ. ഇദ്ദേഹം ഒരു മാലാഖയാണ്. ഷീ ടോൾഡ് ദം. ആ അയൽവാസിയായ സ്ത്രീ ഇവരോട് പറഞ്ഞു. ഹീ മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ്. ഈ മാലാഖ വന്നത് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയാണ്. ബട്ട് ദ പുവർ ഫെലോ ഈസ് സോ ഓൾഡ്. എന്നാൽ ഈ വന്ന മാലാഖ വളരെ പ്രായമുള്ള മനുഷ്യനാണ്. ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. അതുകൊണ്ട് എന്ത് ചെയ്തു? മഴ ഇയാളെ തട്ടി താഴെ ഇട്ടു എന്ന് ഈ സ്ത്രീ പറഞ്ഞു.
കുട്ടിക്ക് വേണ്ടി വരാൻ കാരണം എന്താ? കുട്ടി സിക്കാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ, രോഗിയായൊരു കുട്ടിയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് ആ രോഗിയായ കുട്ടിയെ കൊണ്ടുപോകാൻ വന്ന ഏതോ ഒരു മാലാഖയാണെന്ന് ഈ അയൽവാസിയായ സ്ത്രീ പറഞ്ഞു. ഓൺ ദ ഫോളോയിങ് ഡേ, അടുത്ത ദിവസം, everyone knew that a flesh and blood angel was held captive in Pelayo's house. Captive എന്നാൽ ബന്ദി എന്നാണ് അർത്ഥം, ബന്ധിച്ച് വെക്കുക. അപ്പോൾ അടുത്ത ദിവസം എല്ലാവരും എന്തറിഞ്ഞു? ഇങ്ങനെ മാംസവും രക്തവുമുള്ള ഒരു മാലാഖേനെ പെലായോയുടെ വീട്ടിൽ ഇങ്ങനെ ബന്ദിയായി വെച്ചിട്ടുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞു. പെലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ. കിച്ചണിൽ നിന്നുകൊണ്ട് ആ ഒരു ഉച്ച സമയം മുഴുവൻ പെലായോ ഇയാളെ നോക്കിക്കൊണ്ട് നിന്നു. ആംഡ് വിത്ത് ഹിസ് ബെയിലിഫ്സ് ക്ലബ്. ആംഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആയുധം ധരിച്ചു നിന്നു. എന്തായുധം? ബെയിലിഫ്സ് ക്ലബ്. ക്ലബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാത്തി, വടി ഒക്കെയാണ്. ബെയിലിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഏത് സമയം എന്ത് ആക്രമണം വന്നാലും, ഈ ഓൾഡ് മാൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ആക്രമണം വന്നാൽ തിരിച്ച് പ്രതിരോധിക്കാനായി റെഡിയായാണ് നിന്നത്. ബിഫോർ ഗോയിങ് ടു ബെഡ്, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ്, ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ്. ഇയാൾ എന്ത് ചെയ്തു? ഈ ഓൾഡ് മാനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോയി, വലിച്ചു കൊണ്ടുപോയി. ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദ ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്. എന്നിട്ട് എന്ത് ചെയ്തു? കോഴിക്കൂട്ടിൽ കൊണ്ടുപോയി അടച്ചിട്ടു. A short time afterward, കുറച്ച് സമയത്തിന് ശേഷം, the child woke up without a fever. കുട്ടി എണീറ്റു, എന്നാൽ ഇപ്പോൾ കുട്ടിക്ക് അസുഖമൊന്നുമില്ല, പനിയൊന്നുമില്ലാതെയാണ് കുട്ടി എഴുന്നേറ്റത്. ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്. കൂടാതെ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹവും. അല്ലെങ്കിൽ കുട്ടി സിക്കായിരുന്നു, ഒന്നും കഴിക്കുന്നതൊന്നും ഇല്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ കുട്ടിക്ക് എന്താഗ്രഹം? കഴിക്കാൻ. Then they felt magnanimous. അപ്പോൾ അവർക്ക് എന്ത് തോന്നി? ഒരു ഉദാരമായ മനസ്സ് അവരിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അവർക്കൊരു പാവം തോന്നി. ആരോട്? വെരി ഓൾഡ് മാനോട്. കാരണം ഇദ്ദേഹം വന്നതിന് ശേഷമാണ് കുട്ടിക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് അല്ലേ. They decided to put the angel on a raft with fresh water. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇയാളെ കൊല്ലണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. ഇയാളെ ഉപദ്രവിക്കുകയൊന്നും വേണ്ട, ഇയാളെ നമുക്കൊരു ചെങ്ങാടത്തിൽ കെട്ടാം. വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഫോർ 3 days. പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായി നമ്മുടെ കയ്യിൽ കരുതേണ്ട ഭക്ഷണം അല്ലേ, ഫുഡ് സപ്ലിമെൻറ്റ്. അപ്പോൾ ഇദ്ദേഹത്തെ ഒരു ചങ്ങാടത്തിൽ കെട്ടാം, കുറച്ച് ഫ്രഷ് വാട്ടറും ഒരു 3 ദിവസത്തേക്കുള്ള ഭക്ഷണവുമായിട്ട് ഇയാളെ ചങ്ങാടത്തിൽ കെട്ടാം. ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫെയ്റ്റ് ഓൺ ഹൈ സീസ്. എന്നിട്ട് എന്ത് ചെയ്യാം? ഇദ്ദേഹത്തെ കടലിലേക്ക് അങ്ങ് ഒഴുക്കി വിടാം. ലീവിങ് ഹിം ടു ദ ഫെയ്റ്റ്. എന്നിട്ട് ഇയാളെ എന്തിന് വിട്ടുകൊടുക്കാം? വിധിക്ക് വിട്ടുകൊടുക്കാം. ബട്ട് എന്നാൽ വെൻ ദേ വെൻറ്റ് ഔട്ട് ഇൻ ദ കോർട്ട് യാർഡ് അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ. രാവിലെയായി അവർ പുറത്തേക്ക് അവരുടെ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ അവരെന്തു കണ്ടു? എന്താണ് അവർ കണ്ടത്? ദേ ഫൗണ്ട് ദ ഹോൾ നെയ്ബർഹുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂപ്പ് ഹാവിങ് ഫൺ വിത്ത് ദ ഏഞ്ചൽ. അവരുടെ അയൽപ്പക്കം മുഴുവനും ഈ കോഴിക്കൂടിന് മുന്നിലുണ്ട്. ഈ ഏഞ്ചലുമായിട്ട് അവരിങ്ങനെ വർത്തമാനം പറയും, ഫൺ ചെയ്യുകയാണ്. The visitors were tossing him things to eat. Tossing എന്ന് പറഞ്ഞാൽ എന്താ? എറിയുക. ഈ വന്ന ആളുകളില്ലേ, വിസിറ്റേഴ്സ്, കാണാൻ വന്ന ആളുകൾ കഴിക്കാനുള്ള വസ്തുക്കൾ ഈ ഏഞ്ചലിൻ്റെ മുകളിലേക്ക്, ഈ ഏഞ്ചലിൻ്റെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. ഓപ്പണിങ്സ് ഇൻ ദ കൂപ്പ്. ഈ കോഴിക്കൂടിൽ ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ടാവും, അതിൽ കൂടെ ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ എറിയുകയാണ്. ടോസിംഗ് എന്ന് പറഞ്ഞാൽ എറിയുക. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി weren't a supernatural creature but a circus animal. ശരിക്കും ഇയാളൊരു അമാനുഷികമായ മനുഷ്യനാണല്ലേ, വലിയ ചിറകുകളോട് കൂടിയൊക്കെ. എന്നാൽ ആ അയൽവക്കത്തുള്ള ആളുകളൊന്നും ഇദ്ദേഹത്തെ അങ്ങനെ ഒരാളായി അല്ല കണ്ടത്, എന്നാൽ മറിച്ച് ഒരു സർക്കസ് ആനിമലിനെ കണ്ടതുപോലെ അങ്ങനെയാണ് ഇയാൾ ട്രീറ്റ് ചെയ്തത് അല്ലേ. ഭക്ഷണമൊക്കെ അയാളുടെ മേത്തേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദ ന്യൂസ് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു, ബന്ദിയായി വെച്ചിരിക്കുന്ന ഈ ഒരു ഏഞ്ചലിൻ്റെ വാർത്ത വളരെ വേഗത്തിൽ എങ്ങും പരന്നു. റാപ്പിഡ് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ. ആഫ്റ്റർ ഫ്യൂ അവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം, ദ കോർട്ട്യാർഡ് ഹാഡ് ദ ബസിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. ഈ പറമ്പ് എന്തായി മാറി? ശരിക്കും ഒരു ചന്ത പോലെ, അത്രയ്ക്കും ബിസിയും ഒച്ചപ്പാടും. ബസിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ഒച്ചപ്പാടാണ്. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദ മോബ്. അവസാനം ഈ പെലായുവും എലിസബത്തും എന്ത് ചെയ്യേണ്ടി വന്നു? പോലീസിനെ വിളിക്കേണ്ടി വന്നു അല്ലേ, ട്രൂപ്സിനെ വിളിക്കേണ്ടി വന്നു. ഈ മോബിനെ, ഈ ഒരു ജനക്കൂട്ടത്തെ ഇവിടെ നിന്നും പിരിച്ചുവിടാൻ, ഡിസ്പേഴ്സ് ചെയ്യാൻ. They got the idea of fencing in the yard and charging 5 cents for admission to see the angel. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്ത് അവർക്കൊരു ഐഡിയ തോന്നിയത്. എന്തായാലും ജനങ്ങൾ ഇങ്ങനെ തടിച്ചു കൂടുകയാണല്ലേ ഏഞ്ചലിനെ കാണാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു വേലി കെട്ടാം. വേലി കെട്ടിയിട്ട് ഓരോ ആളുകൾക്കും 5 സെൻറ്റ് വീതം അഡ്മിഷൻ വയ്ക്കാം. 5 സെൻറ്റ് തന്നാൽ ഏഞ്ചലിനെ കാണാം എന്നൊരു രീതിയിലേക്കാകാം. അതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മോബിനെ കൺട്രോൾ ചെയ്യാനും പറ്റും, പൈസയും കിട്ടും. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. ഇത് കാണാൻ തുറയുള്ള മനുഷ്യർ അല്ലെ, അത്ഭുതമുള്ള മനുഷ്യർ എന്ത് ചെയ്തു? വളരെ ദൂരത്തിൽ നിന്ന് വരെ വന്നു. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത്
കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. ഇൻവാലിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗികളെന്നാണ്. അത്രയും ഭാഗ്യം ചെയ്യാത്ത രോഗികൾ എന്ത് ചെയ്തു? ഹെൽത്തിന് വേണ്ടി ഇയാളെ തേടി വന്നു. നമുക്കറിയാമല്ലേ, നമ്മൾ എന്തെങ്കിലും സൂപ്പർ നാച്ചുറലായ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും, രോഗി സൗഖ്യം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകാറുണ്ട്. അതുപോലെ അത്ര നിർഭാഗ്യവരായ മനുഷ്യർ അല്ലെങ്കിൽ പിന്നെ ഈ ഏഞ്ചലിനെ കാണാൻ വരുമോ അല്ലേ, അതിന് ഇയാളുടെ അടുത്ത് സൗഖ്യത്തിന് വേണ്ടി ഈ ഏഞ്ചലിനെ കാണാനായി എത്തി. നമ്മൾ പറഞ്ഞല്ലേ സ്റ്റോറിയിൽ ഇദ്ദേഹം വന്നപ്പോൾ ആ കുട്ടിയുടെ പനി മാറി, കുട്ടി ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയെന്ന്. അതുകൊണ്ടുകൂടി ആയിരിക്കാം ആ ഒരു കഥയും പറഞ്ഞിട്ടുണ്ടാവും. പെലായോ ആൻഡ് എൽസിന്ദ were happy with the fatigue. ഇവർ വളരെ ക്ഷീണത്തിലാണ്, കാരണം ഇങ്ങനെ വരുന്നു, ആളുകളുണ്ട്, എങ്കിലും അവർ ഹാപ്പി ആയിരുന്നു. കാരണം എന്താണ്? അവർ നന്നായി സമ്പാദിക്കുന്നുണ്ട് അല്ലേ, നല്ല പണം കിട്ടുന്നുണ്ട് അവർക്ക്. ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രാംഡ് their റൂംസ് വിത്ത് മണി. ക്രാംഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നിറഞ്ഞു കവിഞ്ഞു. അവരുടെ റൂമുകളെല്ലാം പണം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ഒരാഴ്ച പോലും അതിന് വേണ്ടി വന്നില്ല. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദ ടേൺ ടു എൻറ്റർ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറൈസൺ. വലിയൊരു ലൈനാണ് തീർത്ഥാടകരുടെ, പിൽഗ്രിംസ് പറഞ്ഞാൽ തീർത്ഥാടകരുടെ. ഈ ഏഞ്ചലിനെ കാണാനായി വന്നവരുടെ ലൈൻ എന്ന് പറയുന്നത് അങ്ങ് വളരെ 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 ലോങ് ആയിരുന്നു. ദ ഏഞ്ചൽ വാസ് ദ ഓൺലി വൺ ഹു ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. ആളുകൾ വരുന്നു, പല കാര്യങ്ങളും ചെയ്തിട്ട് പോകുന്നു, എന്നാൽ ഇവിടെ ഒന്നും ചെയ്യാതെ, ഒരു കാര്യവും ചെയ്യാതെ ഇരുന്ന ഒരേ ഒരാൾ ആരാണ്? നമ്മുടെ ഏഞ്ചലാണ്. ഹീ സ്പെൻഡ് ഹിസ് ടൈം ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോഡ് നെസ്റ്റ്. ഈ ഏഞ്ചൽ എന്തിനാണ് സമയം ചിലവഴിച്ചത്? ഇപ്പോൾ കടമായി കിട്ടിയ ഒരു നെസ്റ്റ് ഉണ്ടല്ലേ, ആ ഒരു കോഴിക്കൂടുണ്ട്, അതിലെങ്ങനെയെങ്കിലും ഒന്ന് സുഖമായി ഇരിക്കാൻ, ഒന്ന് കംഫർട്ടബിൾ ആവാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അറ്റ് ഫസ്റ്റ്, ആദ്യമൊക്കെ ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബോൾസ്. മോത്ത് ബോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? പാറ്റ ഗുളിക. ആളുകൾ അദ്ദേഹത്തിന് പാറ്റ ഗുളിക വരെ കൊടുത്തിരുന്നു കഴിക്കാനായി. ബട്ട് ഹി എയ്റ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ്. എന്നാൽ അദ്ദേഹം വേറൊന്നും കഴിച്ചിരുന്നില്ല. എന്ത് മാത്രമാണ് കഴിച്ചിരുന്നത്? എഗ് പ്ലാന്റ്. എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴുതനങ്ങയാണ്. അപ്പോൾ ഈ വഴുതനങ്ങയുടെ ഒരു മിക്സ് ഉണ്ട്, അത് മാത്രമാണ് അദ്ദേഹം കഴിച്ചത്. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വിർച്യൂ സീംഡ് ടു ബി ഇസ് പേഷ്യൻസ്. വിർച്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണം. അദ്ദേഹത്തിൻ്റെ ആകെ ഒരു അമാനുഷികമായ ശക്തിയായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേഷ്യൻസ് ആണ്, ക്ഷമ. കാരണം ഇത്രയും ആളുകൾ വന്ന് അദ്ദേഹത്തിനെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം വളരെ ക്ഷമയോടെ ആണ് ഇരുന്നത്. ഹി വാസ് ക്വൈറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെക്ഡ് അറ്റ് ഹിം. അദ്ദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? ഒരു കോഴിക്കൂട്ടിലാണ് അല്ലേ. അതുകൊണ്ട് ഈ കോഴികളെല്ലാം വന്ന് ഇദ്ദേഹത്തെ ഇങ്ങനെ കൊത്തിയാലും അദ്ദേഹം വളരെ പേഷ്യൻ്റ് ആയിട്ടാണ് ഇരുന്നത്. സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. എന്തിനാണ് ഈ കോഴികൾ വന്ന് കൊത്തുന്നത്? ചെറിയ ചെറിയ പ്രാണികളോ പേനോ അങ്ങനെ എന്തെങ്കിലും ഈ കോഴികൾക്ക് കഴിക്കാൻ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ ചിറകിൽ പോയി ഇങ്ങനെ കൊത്തുന്നത്. ഹി വാസ് പേഷ്യൻറ്റ് അഗെയിൻ വെൻ ദ ക്രിപ്പിൾസ് പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ടു ടച്ച് ദെയർ ലിംസ് വിത്ത്. ഇപ്പോൾ ക്രിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ആരാ? വൈകല്യമുള്ളവരല്ലേ. അവരെന്ത് ചെയ്യും? ഈ ഏഞ്ചലിൻ്റെ അടുത്ത് വന്നിട്ട് ആ ചിറക് പിടിച്ച് വലിച്ച് ഇവരുടെ വൈകല്യമുള്ള കയ്യിലോ കാലിലോ ഒക്കെ അതിങ്ങനെ തൊടിയിക്കും. എന്തിനാ അത്? അത് തൊട്ടാൽ പെട്ടെന്ന് അവർക്ക് രോഗീസൗഖ്യം കിട്ടുമെന്നുള്ള അവരുടെ ആ ഒരു അന്ധവിശ്വാസം. അതിനുവേണ്ടി എന്ത് ചെയ്യും? ഈ തൂവലിങ്ങനെ ഏഞ്ചലിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കും. അത് പെയിൻഫുള്ളാണ്, എങ്കിലും ഈ ഏഞ്ചൽ പേഷ്യൻ്റായി ക്ഷമയോടെ ഇരുന്നു. ഹി റിമെയിൻ പേഷ്യൻറ്റ് ഈവൻ വെൻ ദ മോസ്റ്റ് മേഴ്സിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. അദ്ദേഹം ക്ഷമയോടെ ഇരുന്നു എപ്പോൾ വളരെ ദയുള്ളവരും അദ്ദേഹത്തിനെതിരെ കല്ലെറിഞ്ഞപ്പോൾ. ഇവിടെ മോസ്റ്റ് മേഴ്സിഫുൾ എന്ന് ഉദ്ദേശിക്കുന്നത് ചർച്ചിലെ ആളുകൾ, പ്രീസ്റ്റ് ആവാം, അങ്ങനെയുള്ള ആളുകളില്ലേ, അവർ പോലും, അവരാണല്ലേ ശരിക്കും ഈ ഏഞ്ചലിനെ സ്നേഹത്തോടെ കൺസിഡർ ചെയ്യേണ്ടവരല്ലേ. അവരും എന്താണ് ഇവിടെ ചെയ്തത്? ഏഞ്ചലിനെതിരെ കല്ലുകൾ എറിഞ്ഞു. ആഫ്റ്റർ ഓൾ they were only trying to get him to rise so that they could see him standing. ഇതിൽ കുറേ ആളുകൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? അറ്റ്ലീസ്റ്റ് അവർക്ക് ഈ ഏഞ്ചലിനെ ഒന്ന് എണീപ്പിക്കണമായിരുന്നു. ഏഞ്ചൽ എണീറ്റ് നിൽക്കുമ്പോൾ എങ്ങനെയാണ് എന്നൊന്ന് കാണാൻ വേണ്ടി. It so happened that during those days there arrived in a town a traveling show. ഇതിനിടയിൽ വേറൊരു കാര്യം സംഭവിച്ചു കേട്ടോ. അവരുടെ ടൗണിൽ ഒരു ട്രാവലിംഗ് ഷോ, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോ വന്നു. The main attraction was a woman who had been changed into a spider. ആ ഒരു ഷോയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്തായിരുന്നു? ഒരു സ്ത്രീ. ആ സ്ത്രീ എന്താണ്? ഒരു ചിലന്തിയായി മാറി. ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ഒരു ഇടിമുഴക്കവും ഒരു മിന്നലും ഉണ്ടായപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു? ഒരു സ്പൈഡറായി മാറി. ദ അഡ്മിഷൻ ഫീ ടു സീ ഹർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ. ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടി ഒരു അഡ്മിഷൻ ഫീസ് കൊടുക്കണമായിരുന്നു അല്ലേ, 5 സെൻറ്റ് കൊടുക്കണം അല്ലേ. എന്നാൽ ഈ സ്പൈഡർ വിമണിനെ കാണാൻ അത്ര പൈസ ഇല്ല. സോ അതുകൊണ്ട് ദ പീപ്പിൾ ഫ്ലോക്ക്ഡ് ടു സീ ഹർ. അതുകൊണ്ട് ആളുകളെല്ലാം കൂടി എന്ത് ചെയ്തു? കൂട്ടം കൂട്ടമായി എങ്ങോട്ടേക്ക് ഒഴുകി? ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയി. They were also permitted to ask her all manner of question about her absurd state. ഇവിടെ ഈ അഡ്മിഷൻ ഫീസ് എടുത്ത് പോകുന്നവർക്ക് ഒരു ഗുണവും കൂടിയുണ്ട്. എന്താണ്? അവർക്ക് ഈ സ്ത്രീയോട് എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. എങ്ങനെയാണ് ഈ ഒരു രൂപത്തിലേക്ക് എത്തിയതെന്നും അങ്ങനെയൊക്കെ ചോദിക്കാം. അവൾ ഉത്തരം നൽകുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ഏഞ്ചൽ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ.
സ്ത്രീയല്ല സംസാരിക്കും. അവളുടെ ഈ അബ്സേർഡ് സ്റ്റേറ്റ്, അബ്സേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മണ്ടത്തരമായ അല്ലെ ഒരു അസംബന്ധമായ ഒരു രൂപത്തിലാണ് ഇപ്പോൾ അവൾ ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർക്ക് ചോദിക്കാം, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. ദി ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാഡ് നോ റീസൺ ടു ലമെൻറ്റ്. എന്തായാലും നമ്മുടെ വീട്ടുകാർക്ക്, ആരൊക്കെയാണ്, നമ്മുടെ പെലായയ്ക്കും എലിസബത്തയ്ക്കും സങ്കടപ്പെടാനുള്ള റീസൺസ് ഒന്നുമില്ല, കാരണം നല്ല പണം കിട്ടിയിട്ടുണ്ട്. വിത്ത് ദ മണി ദി സേവ്ഡ് ദേ ബിൽഡ് എ 2-story മാൻഷൻ വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്. ഈ പണം കൊണ്ട് അവരെന്ത് ചെയ്തു, 2 നിലയുള്ള വലിയൊരു കൊട്ടാരം ഉണ്ടാക്കി. ബാൽക്കണിയും നല്ല പൂന്തോട്ടങ്ങളൊക്കെയുള്ള ഒരു വലിയ കൊട്ടാരം. ഇറ്റ് ഓൾസോ ഹാഡ് ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ക്രാബ്സ് വുഡിൻ ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദ വിൻ്റർ. ഇവരെന്ത് ചെയ്തു, അതിന് വീടിന് ചുറ്റും വലിയ നെറ്റ്സ് വെച്ച് കവർ ചെയ്തു. കടലിൽ നമ്മൾ പറഞ്ഞല്ലേ, ഒരു കടൽ തീരത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഞണ്ടുകളൊന്നും ഇങ്ങോട്ടേക്ക് വന്ന് ഇവരെ ഉപദ്രവിക്കാതൊക്കെ ഇരിക്കാൻ, അല്ലെങ്കിൽ ഞണ്ടുകൾ ഇങ്ങോട്ടേക്ക് കടന്നെത്താതിരിക്കാൻ, വിൻ്ററിൽ കടന്നെത്താതിരിക്കാൻ നെറ്റൊക്കെ അവരടിച്ചു. ആൻഡ് അയൺ ബാർസ് ഓൺ ദ വിൻഡോസിലൊക്കെ എന്ത് ചെയ്തു, നല്ല കട്ടിയുള്ള അയൺ ബാറുകൾ കൊടുത്തു. എന്തിനാണ് അത് ചെയ്തത്, ഈ ഏഞ്ചൽ ഇൻ കേസ് പറഞ്ഞ് ഇവരുടെ ഉള്ളിലേക്ക് എങ്ങാനും വന്നാലോ, അത് പേടിച്ച് അവരെന്ത് ചെയ്തു, വിൻഡോസിനൊക്കെ നല്ല കട്ടിയുള്ള അയൺ ബാർ വെച്ച് ഉണ്ടാക്കി. Pelayo also set up a rabbit warren and gave up his job as a bailiff for good. ഇദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ആ ബെയിലിഫിനുള്ള പണി ഉപേക്ഷിച്ചു. നമ്മൾ പറഞ്ഞല്ലേ, കോടതിയിൽ ഉണ്ടായിരുന്ന ആ പണി ഉപേക്ഷിച്ചു. എന്നിട്ട് റാബിറ്റുകളെ ബ്രീഡ് ചെയ്യുന്ന ഒരു പണിയിലേക്ക് അദ്ദേഹം കടന്നു. റാബിറ്റ് വാരൻ എന്ന് പറഞ്ഞാൽ മുയലിനെ വളർത്തുന്ന ഒരിടം. എലിസബത്ത ബോട്ട് സം സാറ്റിൻ പാംസ് വിത്ത് ഹൈ ഹീൽസ്. സാറ്റിൻ്റെ നല്ല ഹീൽസ് ഉള്ള ഷൂസ് ഒക്കെ മേടിച്ചു എലിസബത്ത. ആൻഡ് മെനി ഡ്രസ് ഫോർ ഇറേഡിസൻറ്റ് സിൽക്ക്. ഇറേഡിസൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ മാറിക്കൊണ്ടിരിക്കുന്ന, കളർ മാറുന്ന സിൽക്കിൽ വ്യത്യസ്തമായ ഡ്രസ്സുകൾ ആര് മേടിച്ചു കൂട്ടി, എലിസബത്ത. എന്തുകൊണ്ട്, ഇവർക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളേ. ദ ചിക്കൻ കൂപ്പ് വാസ് ഓൺലി തിങ് ദാറ്റ് ഡിഡ്ന്റ് റിസീവ് എനി അറ്റൻഷൻ. എന്നാൽ മാറ്റമില്ലാത്ത, ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, അത് ആ കോഴിക്കൂടാണ്. The dung heap stench from the coop was turning the new house into an old one. Dung heap എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് അൺപ്ലസൻറ്റ് സ്മെൽ, വളരെ മോശമായ ആ സ്മെല്ല് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്ര വലിയ പുതിയ വീടാണെങ്കിലും ഈ സ്മെല്ല് കാരണം അത് പഴയതുപോലെ തന്നെ തോന്നിച്ചിരുന്നു. At first, ആദ്യമൊക്കെ when the child learned to walk, they were careful that he did not get too close to the coop. കുട്ടി നടക്കാൻ തുടങ്ങിയ സമയത്ത് ഇവർ വളരെ കെയർഫുൾ ആയിരുന്നു, അറിയാതെയൊന്നും കുട്ടി കോഴിക്കോടിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ. എന്നാൽ പിന്നീട് they began to lose their fears and got used to the smell. എന്നാൽ പിന്നീട് അവരുടെ ആ പേടിയൊക്കെ പോയി, ആ മണമൊക്കെ അവർക്ക് നല്ല പരിചിതമായി മാറി. Before the child got his second teeth, he had gone inside the chicken coop to play. കുട്ടിക്ക് 2ാമത്തെ പല്ല് വരുന്നതിന് മുന്നേ അവൻ എന്ത് ചെയ്തു, ഈ ചിക്കൻ കൂപ്പിൻ്റെ ഉള്ളിൽ കയറി, കോഴിക്കൂട്ടിൻ്റെ ഉള്ളിൽ കയറി കളിക്കാൻ വേണ്ടി. ആസ് ദി വയേഴ്സ് വർ ഫാളിങ് അപ്പാർട്ട്. ഇതിങ്ങനെ നെറ്റ് പോലെ അടിച്ചിട്ടുണ്ടാവും അല്ലേ കോഴിക്കൂട്ടിൽ, പക്ഷെ നമ്മൾ പറഞ്ഞാൽ അതിനൊരു അറ്റൻഷനും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു തകർന്ന അവസ്ഥയിലേക്ക് മാറിയിരുന്നു. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആർക്കും കയറാം. അങ്ങനെ നമ്മുടെ കുട്ടി അതിൻ്റെ ഉള്ളിൽ കയറി കളിക്കാനായിട്ട്. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദ ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം. ഈ കുട്ടിക്ക് ചിക്കൻ പോക്സ് പഠിച്ച അതേ സമയത്ത് തന്നെ ഈ ഓൾഡ് മാനും ചിക്കൻ പോക്സ് പിടിക്കുകയുണ്ടായി. ഇവിടെ നമുക്ക് വാക്കുകൾ വെച്ചൊരു കളി കാണാം അല്ലേ. ചിക്കൻ കൂപ്പിൽ പോകുമ്പോഴാണ് അവർക്ക് ഈ ചിക്കൻ പോക്സ് വരുന്നത്. എന്നാൽ ഈ ചിക്കനും ചിക്കൻ പോക്സുമായി യാതൊരു ബന്ധവുമില്ല താനും. കൂടാതെ നമുക്ക് കാണാം, ഈ സാധാരണ ഒരു കുട്ടിക്കും ചിക്കൻ പോക്സ് വരുന്നു. കൂടാതെ ഈ വിങ്സ് ഉള്ള സ്പെഷ്യൽ ക്രീച്ചറായ ഈ മനുഷ്യനും ഒരേപോലെ ചിക്കൻ പോക്സ് വരുന്നതായി കാണാം. ഇവിടെ റിയൽ ലൈഫും ഫാൻറ്റസിയും തമ്മിൽ ഒത്തുചേർന്നതായി നമുക്ക് കാണാം. അടുത്ത പാരഗ്രാഫ് നോക്കാം. ദ ഡോക്ടർ ഹു ടുക്ക് കെയർ ഓഫ് ദ ചൈൽഡ് couldn't resist the temptation to listen to the angel's heart. ഈ കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർക്ക് ഒരു പ്രലോഭനം വന്നല്ലേ, ഈ ഒരു ഏഞ്ചലിനെ കൂടി ഒന്ന് നോക്കിയാലോ എന്ന്. അത് അദ്ദേഹത്തിന് റെസിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അതിനെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ആ ഒരു പ്രലോഭനം എങ്ങനെയെങ്കിലും ആ ഏഞ്ചലിനെ ഒന്ന് നോക്കണം എന്ന് അയാൾക്ക് തോന്നി. ഹി ഫൗണ്ട് സോ മച്ച് വിസ്ലിംഗ് ഇൻ ദ ഹാർട്ട് ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നീസ്. ഇങ്ങനെ ചൂളമടിക്കുന്ന പോലെ ചില ശബ്ദങ്ങൾ ഈ ഓൾഡ് മാൻ്റെ ഹൃദയത്തിൽ നിന്നും കേട്ടു. കൂടാതെ പലതരം ശബ്ദങ്ങൾ ഇയാളുടെ കിഡ്നിയിൽ നിന്നും കേട്ടു. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹൗവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. എന്നാൽ ഈ ഡോക്ടറിനെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഈ ചിറകുകളെ പറ്റിയാണ് അല്ലേ. ദേ സീംഡ് സോ നാച്ചുറൽ ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. ഈ വിങ്സ്, ഈ ചിറക് അദ്ദേഹത്തിൽ വളരെ നാച്ചുറൽ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആരോ ഫിറ്റ് ചെയ്തതുപോലെ ഒന്നുമല്ല. ഒരു ഹ്യൂമൻ, ഒരു മനുഷ്യനിൽ ശരിക്കും മുളച്ചു വന്ന 2 ചിറകുകൾ പോലെ തന്നെ നാച്ചുറൽ ആയിരുന്നു ആ ചിറകുകൾ. അത് അദ്ദേഹത്തിനെ ഒത്തിരി അത്ഭുതപ്പെടുത്തി. ഹി കുഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡ്ന്റ് ഹാവ് ദം ടു. അയാൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഇങ്ങനെ വരുന്നില്ല എന്ന്. ഇത്ര നാച്ചുറലായി ഇയാൾക്ക് ചിറകുകൾ വരാമെങ്കിൽ മറ്റുള്ള ആളുകൾക്കും വന്നുകൂടെ. വെൻ ദ ചൈൽഡ് ബിഗിൻ സ്കൂൾ,
അങ്ങനെ കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയേ. ദ സൺ ആൻഡ് റെയിൻ ഹാഡ് കോസ്ഡ് ദ കൊളാപ്സ് ഓഫ് ദ ചിക്കൻ കൂപ്പ്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ചിക്കൻ കൂപ്പിന് മാത്രം അവർ ഒരു അറ്റൻഷനും കൊടുത്തിരുന്നില്ല എന്ന്. അങ്ങനെ മഴയും വെയിലും ഒക്കെ കാരണം ഈ കോഴിക്കൂട് തകർന്നു. കൊളാപ്സ് എന്ന് പറഞ്ഞാൽ തകരുക. ദ ഏഞ്ചൽ വെന്റ് ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദെയർ ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ. ഇപ്പം നമ്മുടെ ഏഞ്ചലിന് ഒരു ഷെൽട്ടർ ഇല്ലാതെയായി അല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇയാളിങ്ങനെ ഇഴഞ്ഞ് നടക്കാൻ തുടങ്ങി. സ്ട്രേ എന്ന് പറഞ്ഞാൽ എന്താ? അലഞ്ഞു തിരിഞ്ഞ് മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യനെ പോലെയായി നമ്മുടെ ഈ ഏഞ്ചൽ. ഹി സീം ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം തന്നെ അയാൾ പല സ്ഥലങ്ങളിൽ കാണപ്പെട്ടു. എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴഞ്ഞിഴഞ്ഞ് നടക്കുകയാണ് നമ്മുടെ ഏഞ്ചൽ. ഹി കുഡ് സ്കെയർസ്ലി ഈറ്റ്. അയാൾക്ക് ഒന്നും തന്നെ കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആൻഡ് ഹിസ് ഐസ് ഹാഡ് ഓൾസോ ബിക്കം സോ ഫോഗി. കൂടാതെ ഏഞ്ചലിൻ്റെ കണ്ണുകൾ ആകെ ഫോഗി, മഞ്ഞ് മൂടിയ പോലെ മൂടപ്പെട്ടിരുന്നു. ദാറ്റ് ഹി വെന്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്റ്റ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അറിയാതെ പോസ്റ്റുകളിൽ പോയി ഇയാൾ ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി. ബംപ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇടിക്കുക. പെലായോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. പെലായോ എന്ത് ചെയ്തു, ഇയാളുടെ മേലേക്ക് ഒരു പുതപ്പ് എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് ഷെഡിൽ ഉറങ്ങാൻ അനുവദിച്ചു. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അന്ന് രാത്രിയാണ് അവർക്ക് മനസ്സിലായത് ഇയാൾക്ക് നല്ല ചൂടുണ്ട്. ദേ ബിക്കം അലാംഡ് ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. അവരെല്ലാം ഒന്ന് പരിഭ്രാന്തരായി. കാരണം എന്താ, ഇവർ വിചാരിച്ചു ഈ ഏഞ്ചൽ മരിക്കാൻ പോവുകയാണ് എന്ന്. ആൻഡ് യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് വേഴ്സ്റ്റ് വിൻ്റർ ബട്ട് സീംഡ് ഇംപ്രൂവ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ്. എന്നാൽ എന്താണ് ഉണ്ടായത്, അത്രയും ഭീകരമായ മോശമായ വിൻ്റർ പോലും അയാൾ അതിജീവിച്ചു. കൂടാതെ ആദ്യത്തെ സൂര്യപ്രകാശം നിറഞ്ഞ ദിവസങ്ങളിലൊക്കെ അയാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട് വരികയാണ് ഉണ്ടായത്. വേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ മോശം കേട്ടോ. ഹി റിമെയിൻഡ് മോഷൻലെസ് ഫോർ സെവറൽ ഡേയ്സ് ഇൻ ദ ഫാർത്തസ്റ്റ് കോർണർ ഓഫ് ദ കോർട്ട്യാർഡ്. ഈ പറമ്പിൻ്റെ കോർട്ട്യാർഡിൻ്റെ അങ്ങ് ദൂരെയുള്ള മൂലയിൽ അയാൾ അവിടെ പോയി ഇരിക്കുമായിരുന്നു. മോഷൻലെസ്, ഒരനക്കവുമില്ലാതെ കുറേ ദിവസങ്ങൾ അയാൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അറ്റ് ദ ബിഗിനിങ് ഓഫ് ഡിസംബർ സം ലാർജ് സ്റ്റിഫ് ഫെദേഴ്സ് ബിഗാൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്. മരിച്ചു പോകുമെന്ന് വിചാരിച്ച ആ ഏഞ്ചലിൻ്റെ ചിറകിൽ നല്ല ശക്തിയുള്ള കട്ടിയുള്ള തൂവലുകൾ ഉണ്ടാവാനായി തുടങ്ങി. ഡിസംബർ ആരംഭിച്ചപ്പോഴേക്കും. സ്റ്റിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിയുള്ള എന്നാണ് അർത്ഥം. ദേ ലുക്ക് ലൈക്ക് ദ ഫെദേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ. ഈ ഇപ്പോൾ ഉണ്ടായ തൂവലുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ സ്കെയർ ക്രോ ഇല്ലേ, നമ്മൾ പറമ്പിലൊക്കെ വയ്ക്കും അല്ലേ, പക്ഷികളെ പേടിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു സ്കെയർ ക്രോയിൻ്റെ തൂവലുകൾ പോലെയാണ് ആ തൂവലുകൾ കണ്ടാൽ തോന്നിക്കുന്നത്. വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, എലിസിൻഡ വാസ് കട്ടിങ് സം ബഞ്ചസ് ഓഫ് അനിയൻസ് ഫോർ ലഞ്ച്. എലിസിൻഡ അന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി അരിയുകയായിരുന്നു. വെൻ എ വിൻഡ് ബ്ലൂ ഇൻ ടു ദ കിച്ചൺ. അപ്പോഴാണ് നമ്മുടെ അടുക്കളയിലേക്ക് ഒരു കാറ്റ് വീശിയത്. ദെൻ ഷി വെൻറ്റ് ടു ദ വിൻഡോ. അപ്പോഴേക്കും എന്ത് ചെയ്തു, അവൾ ജനലിൻ്റെ അടുത്ത് പോയി നോക്കി. ആൻഡ് ഫൗണ്ട് ദ ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്. ആദ്യമായി ഏഞ്ചൽ പറക്കാൻ ശ്രമിക്കുന്നതായിട്ട് അവൾ കണ്ടു. ദീസ് വാസ് സോ ക്ലംസി ദാറ്റ് ഹി വാസ് ഓൺ ദ പോയിന്റ് ഓഫ് നോക്കിംഗ് ദ ഷെഡ് ഡൗൺ ആസ് ഹി കുഡൻറ്റ് ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ ദ എയർ. എന്നാൽ വളരെ വൃത്തിയുള്ളൊരു പറക്കലൊന്നും അല്ലായിരുന്നു. ആകെ ഒരു കൺഫ്യൂഷൻ, ക്ലംസി അല്ലേ, ആകെ ഒരു കൺഫ്യൂഷനുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഇടിച്ചുകൊണ്ടും ഷെൽട്ടർ തകർക്കുന്ന രീതിയിലുമൊക്കെ ആയിരുന്നു നമ്മുടെ ഏഞ്ചലിൻ്റെ ആദ്യത്തെ പറക്കാനുള്ള ശ്രമം നടന്നത്. ബട്ട് ദെൻ, എന്നാൽ പിന്നീട്, ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ഓൾട്ടിറ്റ്യൂഡ്. എന്നാൽ പിന്നീട് എന്ത് ചെയ്തു, ഉയരങ്ങളിലേക്ക് പയ്യെ നമ്മുടെ ഏഞ്ചൽ പറന്നു തുടങ്ങി. എലിസിൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ് ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം വെൻ ഷി വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്. അങ്ങനെ നമ്മുടെ ഏഞ്ചൽ പറക്കാൻ തുടങ്ങി. അങ്ങനെ അവൾക്ക് കാണാൻ കഴിയുന്ന അവസാനത്തെ വീടും കഴിഞ്ഞിങ്ങനെ പറന്ന് അവൻ പോകുമ്പോൾ അവൾക്ക് ആകെ ഒരു ആശ്വാസമായി. സൈ എന്ന് പറഞ്ഞാൽ എന്താ, നെടുവീർപ്പ് അല്ലേ, ഒരു സമാധാനത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ നെടുവീർപ്പ് അവൾ ഇട്ടു. അവൾക്ക് വേണ്ടിയും അവന് വേണ്ടിയും ഒക്കെ ആകെ അവൾക്ക് സമാധാനമായി. ഹി വാസ് ഹോൾഡിംഗ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ വിത്ത് ദ റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സെനൈൽ വൾച്ചർ. സെനൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യം എന്നാണ് അർത്ഥം. വൾച്ചർ, കഴുകൻ. അപ്പോൾ വളരെ പ്രായമായ ഒരു കഴുകൻ എങ്ങനെയാണോ റിസ്ക് എടുത്ത് അതിൻ്റെ ചിറകുകൾ വീശി പോകുന്നത്, അതുപോലെ തന്നെ ആയിരുന്നു ഈ ഓൾഡ് മാനും. ഷി കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷീ വാസ് ത്രൂ കട്ടിങ് ദ അനിയൻസ്. അവൾ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും അവൾ ഈ പറന്നു പോകുന്ന ഏഞ്ചലിനെ തന്നെ നോക്കിക്കൊണ്ടാണ് നിന്നത്. ഷി കെപ്റ്റ് ഓൺ വാച്ചിങ് അണ്ടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. ആ ഏഞ്ചലിനെ, പറന്നു പോകുന്ന ഏഞ്ചലിനെ കാണാൻ കഴിയാത്ത വിധം ആ സമയം വരെയും അവളിങ്ങനെ അയാളെ നോക്കിക്കൊണ്ടേ നിന്നു. ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ് ഇൻ ഹെർ ലൈഫ്. ഇനി അവളുടെ ജീവിതത്തിൽ ഒരു ശല്യമായി, അനോയൻസ് എന്ന് പറഞ്ഞാൽ ശല്യം, അങ്ങനെ ഒരു ശല്യമായി അയാളില്ല. പകരമോ അങ്ങ് ദൂരെ ആകാശത്തിൻ്റെ അല്ലെങ്കിൽ കടലിൻ്റെ ചക്രവാളത്തിൽ ഒരു ഇമാജിനറി ഡോട്ട്, ഒരു ചെറിയ കുത്തുപോലെ
ഇത് നമുക്കറിയാം അല്ലെ, ഒരു നോർമൽ ഷോർട്ട് സ്റ്റോറിയേ അല്ല ഇത്. ഇതിൽ ഓരോ തീംസും ക്യാരക്ടർ അനാലിസിസും ഒക്കെയായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.